So many people have lost their homes, their livelihood. Like something should have been done. കാനഡയുടെ ബ്രിട്ടീഷ് കൊളംബിയ BC ഇപ്പോൾ സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമ്മർലാൻഡ് എന്ന് പറയുന്ന ആ ഒരു സിറ്റി ഉൾപ്പെടെയുള്ള പല ഏരിയകളിലും ഏതാണ്ട് 1500 സ്ക്വയർ കിലോമീറ്ററിലധികം സ്ഥലങ്ങളാണ് വൈൽഡ് ഫയറിൻ്റെ തീ നിമിത്തം കത്തി നശിച്ചിരിക്കുന്നത്. അതിൽ 200-ലധികം വീടുകളാണ് ഉന്മൂലമായത്. മറ്റ് ധാരാളം വീടുകൾക്ക് ബാഹ്യമായിട്ടും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു ചെറിയ സിറ്റിയാണ്. ആ സിറ്റിയിലെ ഏതാണ്ട് ഓൾമോസ്റ്റ് ജനസംഖ്യയും ഇവാക്യുവേറ്റ് ചെയ്തിരിക്കുകയാണ്. 20,000-ലധികം ആളുകളെയാണ് ആ സിറ്റിയിൽ തന്നെ പാടെ അവിടെ താമസിക്കുന്നതായിട്ടുള്ള ആളുകൾ അവരുടെ സ്വന്തം ഭവനവും വീടും കൂടും അവർ സമ്പാദിച്ചതും എല്ലാം അവരുടെ മൃഗസമ്പത്തും മറ്റ് സ്വത്തുക്കളും എല്ലാം വിട്ട് അവര് ഒരു കഷണം ബാഗുമായിട്ട് അവര് ഗവൺമെന്റ് കാണിച്ചിരിക്കുന്നതായിട്ടുള്ള ഷെൽട്ടറുകളിലും കൂടാരങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലേക്കെല്ലാം മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. കണ്ണുനീരോടുകൂടെയുള്ള അവിടെയുള്ള പല ആളുകളുടെയും വാക്കുകൾ നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്നത് തന്നെയാണ്. നമുക്കറിയാം, ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറയുന്നത് കാനഡയുടെ അത്രമാത്രം മനോഹരം നിറഞ്ഞതായിട്ടുള്ള മലനിരകളും ഒക്കെയുള്ള ഒരു സുന്ദര ദേശം തന്നെയാണ്. ഒത്തിരി ആളുകളും പ്രത്യേകിച്ച് റിട്ടയർമെന്റ് കാലയളവിലൊക്കെ ഈ ഫാം ലാൻഡ് പോലുള്ള ലാൻഡുകൾ വാങ്ങിച്ച് സ്വസ്ഥമായിട്ട് സ്വൈര്യമായിട്ട് പീസ്ഫുൾ ആയിട്ടൊക്കെ താമസിക്കാനായിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഒത്തിരി ആളുകൾ മൃഗങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കൃഷി ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ആളുകൾ ധാരാളമായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി അവിടെ ചെറിയ വീടുകൾ വാങ്ങിക്കുകയും വീടുകൾ വെച്ചുമൊക്കെ താമസിക്കുന്നത് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള അല്ലെങ്കിൽ ഏക്കർ കണക്കിന് സ്ഥലങ്ങളും മനോഹരമായിട്ടുള്ള വീടുകളും കൃഷിഭൂമികളും അവരുടെ മൃഗസമ്പത്തുകളൊക്കെ എരിഞ്ഞമരുന്നതായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കണ്ടു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ ഗവൺമെന്റ് തന്നെ പറഞ്ഞത് ഔട്ട് ഓഫ് കൺട്രോളാണ്, അവർക്കൊന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഏതാണ്ട് ആ ഒരു സിറ്റി തന്നെ മൊത്തം നശിക്കുന്ന തരത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. വളരെ സമാധാനപരമായിട്ട് ജീവിച്ചു പോന്നിരുന്ന 10,000-കണക്കിന് ആളുകളുടെ സ്വപ്നമാണ് ഒരു നിമിഷ നേരം കൊണ്ട് ഇല്ലാതായിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ അവിടെ കറണ്ടുകളെല്ലാം തന്നെ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ഒക്കനാഗൻ ലേക്ക് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ലേക്കിന്റെ തീരമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ടൊറന്റോ പോലെയുള്ള വലിയ മെട്രോപോളിറ്റൻ സിറ്റിയുടെ ആ ഒരു തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് ഏതൊരാൾക്കാരും ആഗ്രഹിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ വളരെ സമാധാനപരമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി ജീവിക്കുക, താമസിക്കുക എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഇതുപോലുള്ള വൈൽഡ് ഫയർ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം പോലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. എന്തായാലും ഗവൺമെന്റ് അടിയന്തരപരമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇനി അതിനെ ഒന്ന് തിരിച്ചു പിടിക്കുക, തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ജീവിതത്തിലെ അവരുടെ ഒരു വലിയ സമ്പാദ്യമാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഷ്ടപ്പാട് തന്നെയാണ് ഒരു നിമിഷത്തേക്ക് നശിച്ചു പോയിരിക്കുന്നത്. One reported death, and the province, which remains under a state of emergency, says there has been significant structural loss. The federal government is now stepping in to provide shelter and accommodations, many unsure if they'll have a home to return to. Our Sarah McDonald is in that small community that's now hosting a large number of evacuees. A magnitude of destruction many have been bracing for in parts of the province's Okanagan region. More than 20,000 people forced to leave the fate of their homes and livelihoods to the whim of unrelenting wildfire overnight on Friday, with the Bald Range wildfire exploding in size to more than 136 square kilometers as of Sunday, a footprint larger than the city of Vancouver. Evacuees like these neighbors, all in their 80s. We slept in the parking lot. Who grabbed what they could and got out together. The news is so crucial. So many people have lost their homes, their livelihood. Like something should have been done. എന്തായാലും എല്ലാം അവർക്ക് തിരിച്ചു പിടിക്കാനായിട്ട് കഴിയട്ടെ, ഒരു നല്ല ഒരു ബിൽട്ടപ്പ് ഉണ്ടാകാനായിട്ട് കഴിയട്ടെ, എത്രയും വേഗം ആ പ്രശ്നങ്ങൾക്കൊരു ആശ്വാസം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പുതിയൊരു വീഡിയോയുമായി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും നമുക്ക് കാണാം. ഐ ആം സൗണ്ട് റെക്സി ജോയ്. ബൈ.